ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ ചാനൽ തുടങ്ങിയിട്ട് രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഞാനിതുപോലൊരു ട്രിപ്പ് പോകുന്ന വീഡിയോ ഇടുന്നത്. നമ്മളുടെ ചാനൽ കാണുന്ന പലർക്കും അറിവുള്ളതാണ് ഞാനങ്ങനെ ട്രാവലൊന്നും ചെയ്യുന്ന ആളല്ല എന്നുള്ളത്. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ നമുക്ക് അങ്ങനെ പോകാനുള്ള സാഹചര്യം ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു ട്രിപ്പ് പോകാൻ കാരണം നമ്മളുടെ സ്കൂൾ തന്നെയാണ്. സ്കൂളിൽ നിന്ന് എല്ലാ വർഷവും സ്റ്റാഫുകൾക്കായിട്ട് ഒരു ട്രിപ്പ് ഉള്ളതാണ് കേട്ടോ. കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്കതിന് സാധിച്ചിട്ടില്ല. ഈ വർഷം എന്തൊക്കെ സംഭവിച്ചാലും ഉറപ്പായിട്ടും പോകും എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നു ഉറച്ചു നിന്നിരുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ നോക്കിയെങ്കിലും ഒരു വൺ ഡേ ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിരുന്നത്. അതിന് കാരണം കുഞ്ഞിക്കുട്ടിയും പരാധീനങ്ങളും ഉള്ളവർക്ക് ഒറ്റ ദിവസം തന്നെ പോയി വരിക എന്നുള്ളത് റിസ്ക്കാണ്. എന്നാലും ഇതൊക്കെ ഒരു സന്തോഷമല്ലേടോ എന്നുള്ളൊരു രീതിക്കാണ് എല്ലാവരും കട്ടയ്ക്ക് നിന്നത് കേട്ടോ. 2 ദിവസമൊന്നും ആർക്കും വീട് വിട്ട് മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പലരുടെയും ജീവിത സാഹചര്യങ്ങൾ പലതല്ലേ. അതുകൊണ്ട് തന്നെ വണ്ടേങ്കിൽ വണ്ടേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയത്. ഇത്തവണ നമ്മൾ സെലക്ട് ചെയ്ത സ്ഥലങ്ങൾ ഇലവീഴ പൂഞ്ചിറയും ഇല്ലിക്കൽ കല്ലുമാണ് കേട്ടോ. നമ്മൾ യാത്ര തുടങ്ങുന്നത് കൊപ്രക്കാലത്ത് നിന്നാണ്, അതായത് നമ്മളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് കേട്ടോ. അവിടെയായിരുന്നു ബസ് വന്ന് നിന്നിരുന്നത്. രാവിലെ 5:30-ക്കായിരുന്നു അവിടുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് വളരെ കുറച്ച് ടീച്ചേഴ്സ് മാത്രമാണ് കയറിയുന്നത്. പിന്നെ വഴിയിൽ നിന്ന് ഓരോരുത്തരായിട്ട് കയറി തുടങ്ങി. പിന്നെ നമ്മൾ തൊടുപുഴയിൽ നിന്നാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. അവിടെ ഒരു 4 സീസൺസ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ കൂട്ടത്തിൽ കപ്പിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു മുജീബ് സാറിൻ്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സാറും വൈഫും ഉണ്ടായിരുന്നു, പിന്നെ ടീച്ചേഴ്സിൻ്റെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കണ്ണൻ 10th-ലായിരുന്നുകൊണ്ട് അവന് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും മുടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പോയി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും അസുഖം വന്നാൽ ക്ലാസ്സുകൾ മിസ്സാവും. പിന്നെ കുഞ്ചൻ കൂടെ വന്നില്ല. ഒരേ വൈബുള്ള കുറച്ച് ആളുകൾ കൂടി ഇങ്ങനെ യാത്ര പോകുക എന്നുള്ളതൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മളൊരാളെ മാത്രമല്ല, നമ്മളുടെ ചുറ്റുപാടിനെ കൂടെ അത് വ്യത്യസ്തമാക്കും എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഈ ഇലവീഴ പൂഞ്ചിറയും ഇല്ലിക്കൽ കല്ലും എന്നൊക്കെ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പോകുമ്പോൾ. കുറേ ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ തുടങ്ങി കേട്ടോ. മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളും റബ്ബർ തോട്ടങ്ങളും അങ്ങനെ ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ. മാത്രമല്ല യാത്രയിലുടനീളം ചൂട് അനുഭവപ്പെട്ടില്ല എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് കേട്ടോ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചുറ്റിലും, അതായത് റോഡിൻ്റെ 2 സൈഡിലും പൈനാപ്പിൾ തോട്ടങ്ങളായിരുന്നു കേട്ടോ. പൈനാപ്പിൾ തോട്ടങ്ങൾ എത്തുന്നതിന് മുന്നേ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങും. പിന്നെ പോകുന്ന വഴിക്ക് വണ്ടിയൊക്കെ നിർത്തി കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ ഒക്കെ യാത്ര പോകുന്നതിനെക്കാട്ടിലും എനിക്ക് എന്താ പറയുക, കുറേ ഗാർഡൻ ഏരിയ, പിന്നെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനും അങ്ങനെ കാര്യമായിട്ടൊന്നും പറ്റില്ല. ഇങ്ങനെ കാണാം പച്ചപ്പ്, ഹരിതാഭ അങ്ങനെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കപ്പിൾസായിട്ട് ബൈക്ക് റൈഡൊക്കെ ചെയ്തു പോകുന്ന ആൾക്കാർക്ക്, അതുപോലെ കോളേജ് സ്റ്റുഡൻസ്, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലം ആയിട്ടാണ് എനിക്കിത് തോന്നിയത് കേട്ടോ. കുറച്ച് ഏജ്ഡ് ആയിട്ട് 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് കയറി ചെല്ലാനൊന്നും പറ്റില്ല. കാരണം ഒരു മലമുകളിലോട്ടൊക്കെയാണ് നമ്മൾ കയറിപ്പോയിട്ട് ഓരോ സംഗതികളൊക്കെ കാണുന്നത്. അപ്പോൾ വയസ്സായ ആൾക്കാർക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ ഹാപ്പി ആയിട്ട് പോയി വരാം. നമ്മൾ ഏകദേശം ഒരു 10 മണിയോടെ ഇല്ലിക്കൽക്കല്ല് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബസ് നിർത്തിയിട്ടെടുത്തുനിന്ന് നമുക്ക് ജീപ്പ് വഴി വേണം അങ്ങോട്ട് മലമുകളിലോട്ട് പോകാനായിട്ട്. കുറച്ച് ദൂരം അങ്ങനെ നമ്മൾ ജീപ്പിലോട്ട് പോയി. പിന്നീട് മുകളിലോട്ടുള്ളത് കുത്തനെയുള്ള കയറ്റായിരുന്നു കേട്ടോ. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ടൂറിസ്റ്റുകൾക്ക് വന്നാൽ കയറാനായിട്ട് ബുദ്ധിമുട്ടില്ലാതെ കയറാനായിട്ട് ഇരുഭാഗത്തും കൈവരികളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ കയറാനായിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. പക്ഷേ ഇറങ്ങാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ മുകളിലോട്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഓരോരുത്തർ ഇറങ്ങുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ ചിരിക്കുമായിരുന്നു. എനിക്ക് എൻ്റെ ഇറക്കമൊക്കെ ഏറ്റവും കണ്ടിട്ട് തന്നെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അത്. കാരണം കുഞ്ഞിലെപ്പോഴോ ഞാൻ ശബരിമലയ്ക്ക് പോയതാണ്. ആ സമയത്താണ് ഇതുപോലുള്ള കയറ്റം കയറിയിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങനെ അതുപോലെ നമുക്ക് മല കയറേണ്ട അവസ്ഥകളൊന്നും വന്നിട്ടില്ല. പക്ഷേ അങ്ങ് മുകളിലെത്തി ഇങ്ങനൊരു വ്യൂ കാണുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്തെപ്പറ്റി ഒത്തിരി ഐതിഹ്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നീലക്കൊടുവേലി എന്ന ഔഷധസസ്യം ഈ മലനിരയിൽ ഉണ്ടായിരുന്നു എന്നും, പിന്നെ അഗസ്ത്യമുനി ഇവിടെ താമസിച്ചിരുന്നു എന്നും ഒക്കെ പറയപ്പെടുന്നു അത്രേ. ഇതൊക്കെ ഐതിഹ്യങ്ങളാണ്. നമുക്കിതേപ്പറ്റിയൊന്നും തെളിവുകളോ അറിവുകളോ ഇല്ല. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളാണ്. അത് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഗാംഭീര്യവും എടുപ്പും ഒക്കെ കണ്ടിട്ട് അതെല്ലാം സത്യമാവാനാണ് സാധ്യത. തണുത്ത മഞ്ഞും കോടമഞ്ഞും ഒക്കെയാണ് ഇവിടം ഏറ്റവും മനോഹരാക്കുന്നത് കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും ഒക്കെ തന്നെ ആയിരിക്കണം
വിനോദസഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നതും കേട്ടോ. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. കാരണം അധിക സമയം നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല, ഇനിയും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഇലവീഴ പൂഞ്ചിറയിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. അതിന് മുൻപേ നമുക്ക് ഫുഡ് കഴിക്കണമായിരുന്നു. അപ്പോൾ വഴിയിലൊരു സ്ഥലത്ത് നിർത്തിയിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഉള്ള ആളുകളിൽ കൂടുതലും ഈ നാട്ടു ചികിത്സയാണ് ചെയ്യുന്നത് പല അസുഖങ്ങൾക്കും കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ട സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു പാമ്പ്, അതായത് പാമ്പ് എന്ന് വെച്ചാൽ നിസ്സാര പാമ്പല്ല, അണലി കടിച്ച ഒരു പയ്യൻ ഇതുപോലെ കാലിൽ മുറിവായി കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട് അവൻ്റെ കാലിൽ. അപ്പോൾ അവിടുന്ന് അറിയാൻ സാധിച്ചത് അത് അവർ നാട്ടു ചികിത്സയിലാണ്. ഏതോ ഒരു വൈദ്യൻ്റെ അടുത്ത് നിന്ന് മെഡിസിനൊക്കെ മേടിച്ച് അത് കാലിൽ പൊത്തി കാലിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷേ അവൻ ക്ഷീണമൊന്നുമില്ല, നടക്കണം, അത്യാവശ്യം നടക്കണമൊക്കെ ഉണ്ട്. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇപ്പോഴും വൈദ്യ ചികിത്സയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ നമുക്കിടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഓരോ യാത്രകൾ പോകുമ്പോഴാണ് അവിടെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. ഉൾപ്രദേശത്തോട്ട് പോകും തോറും അവിടെ എങ്ങും ഒരു ഹോസ്പിറ്റലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തിനു പറയുന്നു, ഹോട്ടലുകൾ പോലും ചായക്കടകൾ പോലും വളരെ അപൂർവമായിരുന്നു. ഈ ഒരു വീഡിയോയിൽ മാക്സിമം എനിക്ക് നമ്മളെ ട്രിപ്പിലുണ്ടായിരുന്നവരെല്ലാവരും എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാത്രമല്ല ഈ വീഡിയോ എടുത്തത് ഞാനല്ല കേട്ടോ, നമ്മളുടെ കൂടെ വന്ന സാറായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെയുള്ള വീഡിയോസിലൊക്കെ എൻ്റെ തലയും കാണാം. അവിടെ കണ്ടത് ഈ ഒരു ഷോപ്പ് മാത്രമാണ് കേട്ടോ. അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ തൊപ്പികൾ അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു, കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ, പിന്നെ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വെള്ളം, ഐസ്ക്രീം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് വിനോദസഞ്ചാരികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. ഈ തൊപ്പിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല വെയിലായിരുന്നു, ഈ മുകളിലോട്ട് കയറുന്തോറും നല്ല വെയിലായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ കുട എടുത്തിട്ടുണ്ടായിരുന്നു, 1-2 പേര് കുടയും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് തൊപ്പിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇലവീഴ പൂഞ്ചിറയും ഇതേപോലത്തെ സിറ്റുവേഷൻ തന്നെ ആയിരുന്നു. കാരണം ട്രക്കിംഗ് ആണ്, ജീപ്പിനായിരുന്നു നമ്മൾ പോകേണ്ടിയിരുന്നത്. അങ്ങോട്ടേക്ക് പോകും മുൻപ് ആ വഴി തന്നെ നമുക്ക് വേറൊരു സ്ഥലവും കൂടെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കൂടെ പോയിണ്ടായിരുന്നു കേട്ടോ. അവിടെ പറയുന്നത് മുനിയറ ഗുഹ എന്നാണ് കേട്ടോ. മുനിയറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഗുഹ പോലൊരു സംഭവം. അപ്പോൾ അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ താഴോട്ട് കല്ലുകട്ടകൾ ഉള്ള ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ പോകണം. കുറച്ച് താഴ്ന്നൊരു പ്രദേശമാണ് അവിടെ. അവിടെ അഗസ്ത്യമുനി താമസിച്ചിരുന്നതായിട്ടാണ് കേട്ടോ പറയപ്പെടുന്നത്. സത്യത്തിൽ ഞാൻ വലിയ ഉത്സാഹത്തിലൊക്കെ അങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങി മുനിയറ ഗുഹയുടെ അങ്ങോട്ട് കുറച്ച് ദൂരം പോയി ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട്. പക്ഷേ പോയി ഞാൻ തിരിച്ച് ഇങ്ങോട്ട് പോന്നു. കാരണം എനിക്ക് അങ്ങോട്ട് ചെല്ലുന്തോറും ശ്വാസം കിട്ടാത്തൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ അതിനകത്ത് നല്ല വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പാൻറ്റ് ഇട്ടിട്ടുള്ള പാൻറ്റൊക്കെ ഇത്തിരി മുട്ടപ്പം പൊക്കി വെച്ചിട്ട് വേണം നമ്മൾ ആ ഗുഹയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടെ വന്ന കുറച്ച് പേരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് ഞാൻ ആ ഗുഹയുടെ ഭാഗങ്ങൾ ഞാൻ വെച്ചിട്ടില്ല. ഞാൻ ഈ വീഡിയോൻ്റെ എൻഡ് പോർഷനിലാണ് ആ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. അതെത്തുമ്പോൾ ഞാൻ പറയാം കേട്ടോ. കാരണം ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാം ഒരേ ലെവൽ, അതായത് ആ ഒരു സെയിം ഓർഡറിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് എഡിറ്റ് ചെയ്യുമ്പോൾ വന്നൊരു മിസ്റ്റേക്കാണത്. ലാസ്റ്റ് എത്തിയപ്പോഴാണ് ഞാൻ അയ്യോ ഇത് ഈ ഒരു പാർട്ട് ഞാൻ ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് വെച്ചില്ലല്ലോ എന്നുള്ള ഇത് ഓർത്തത് കേട്ടോ. എന്നാലും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്. ഇതാണ് പിന്നെ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റിലെത്തുമ്പോൾ, അതായത് ഇങ്ങനെ നടന്ന് പോയിട്ട് ഒരു കുത്തനെയുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ ഈ 5 ജില്ലകളെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ടോപ്പിൽ കയറി നിൽക്കുമ്പോൾ. ഇവിടുന്നും എല്ലാവരും ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഈ ഇലവീഴ പൂഞ്ചിറയിൽ തന്നെ ഒരു വൃത്താകൃതിയിലുള്ള തടാകം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തടാകത്തിലോട്ട് ഇലകൾ വീഴാറില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും വീശുന്ന കാറ്റ് തടാകത്തിൻ്റെ കൃത്യം മധ്യഭാഗത്ത് പതിച്ച് അവിടെ നിന്നും എല്ലാ ദിശകളിലേക്കും തടാകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വീശുന്നത് കൊണ്ടാണ് ഇലകളൊന്നും തടാകത്തിലേക്ക് വീഴാത്തത് എന്നാണ് കേട്ടോ പറയുന്നത്. ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാൻ പറ്റാത്ത കാറ്റിൻ്റെ പ്രതിഭാസമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇതിനല്ലേ. മാത്രമല്ല ഈ തടാകത്തെക്കുറിച്ച് മറ്റൊരു ഐതിഹ്യവും കൂടെ ഉണ്ട് കേട്ടോ. പാണ്ഡവരുടെ പത്നിയായിട്ടുള്ള പാഞ്ചാലി കുളിക്കുവാൻ ഉപയോഗിച്ചിരുന്ന തടാകമാണ് ഇതെന്ന് പറയപ്പെടുന്നു. പാണ്ഡവരുടെ വനവാസകാലത്ത് ഭീമൻ പാഞ്ചാലിക്ക് കുളിക്കാൻ വേണ്ടി നിർമ്മിച്ച ചിറയാണിതെന്നാണ് വിശ്വാസം. കുളത്തിന് ചുറ്റും ഇലകളില്ലാതെ പൂക്കൾ മാത്രമുള്ള മരങ്ങൾ ഭീമൻ സൃഷ്ടിച്ചതുകൊണ്ട് ഇലവീഴ പൂഞ്ചിറ എന്ന പേര് വന്നു. മറ്റൊരു കഥ കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. പാഞ്ചാലി കുളിക്കുമ്പോൾ ദേവന്മാർ ഒളിഞ്ഞു നോക്കിയതിൽ കോപിച്ച് ഭീമൻ മരങ്ങളിലെ ഇലകൾ നശിപ്പിച്ചതാണെന്നും പറയപ്പെടുന്നു. എന്തൊക്കെയാണല്ലേ, ഓരോ സ്ഥലത്തിനുണ്ടാവും ഇതുപോലെ പറയാൻ 100 കഥകൾ. അങ്ങനെ ചുറ്റിക്കറങ്ങലെല്ലാം കഴിഞ്ഞു. അവസാനം നമ്മൾ തിരിച്ചെത്തിയത് ഒരു ചായക്കടയുടെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ. ചായക്കട മാത്രമല്ല, അത്യാവശ്യം നമുക്ക് കഴിക്കാനും കുടിക്കാനും വേണ്ടുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുറേ ദൂരം യാത്ര ചെയ്ത് വന്നതുകൊണ്ടായിരിക്കാം ആവശ്യം നല്ല ദാഹം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് കാരണം ഞാൻ അവിടുന്ന് ഒരു സർബത്താണ് കുടിച്ചത് കേട്ടോ. പിന്നെ KSRTC ബസ്സിലൊക്കെ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ.
ഇങ്ങോട്ടേക്ക് ആരെങ്കിലുമൊക്കെ പോകാനായിട്ട് റെഡി ആവുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് പോകുന്ന സമയം ഏറ്റവും പ്രധാനമാണ് കേട്ടോ. അതായത് അതിരാവിലെ അവിടെ എത്താൻ പാകത്തിനായിരിക്കണം നമ്മളെവിടുന്നാണോ പുറപ്പെടുന്നത് അവിടുന്ന് പുറപ്പെടേണ്ടത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേദിവസം ഒരു 12 മണിക്കോ ഒരു 10 മണിക്കോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളപ്പോൾ ഏകദേശം ഒരു വെളുപ്പിനൊരു 4:30 5 ആ സമയത്തിന് അവിടെ എത്താൻ പാകത്തിന് വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മൂടൽമഞ്ഞും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അവിടത്തേക്ക് പ്രധാന കൃഷി എന്ന് പറയുന്നത് ജാതി, ഗ്രാമ്പു, കുരുമുളക്, ഏലം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പല വീടുകളുടെയും ഡ്രസ്സിൻ്റെ മുകളിൽ ഇതെല്ലാം ഉണക്കാനിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. അതും കുറച്ചൊന്നുമല്ല കേട്ടോ, ചാക്ക് കണക്കിനാണ് പലരും വീടിൻ്റെ മുറ്റത്തൊക്കെ ഇത് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ മുൻപ് വെക്കാതെ പോയിരുന്ന മുനിയറ ഗുഹ എന്ന് പറയുന്ന ആ ഒരു സ്പോട്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വെട്ടമൊന്നുമില്ല, നമ്മൾ ഫോണിൻ്റെ ലൈറ്റ് വെച്ചിട്ട് വേണം പോകാനായിട്ട്. നമ്മളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ധൈര്യമുള്ള ആൾക്കാരാണ് കേട്ടോ പോയിട്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ട് പോകുന്നത്. അത്യാവശ്യം അട്ടയും മരത്തവളയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തെ ഈ വെള്ളം, ഈ നീരുറവ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് വറ്റേ ചെയ്യില്ല അത്രേ. അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വേനൽ വന്നാലും ഇതിനകത്തെ വെള്ളം വറ്റേയില്ലാന്ന്. നല്ല തെളിഞ്ഞ ജലമാണ്. ഇതിപ്പോൾ നമ്മൾ ഒത്തിരി പേര് കയറി ഇറങ്ങിയതുകൊണ്ടായിരിക്കണം അവിടെ ഇങ്ങനെ ചളി മയമായി നിൽക്കുന്നത്. ഇതിനകത്തോട്ട് പോകാൻ നമുക്ക് വലിയ ധൈര്യത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്രീത്ത് കിട്ടാത്തൊരു പ്രശ്നം വന്നപ്പോഴാണ് എനിക്ക് ചിലപ്പോൾ പണി എങ്ങാനും കിട്ടുമോ, പണി കിട്ടിയാൽ എല്ലാവരും കൂടെ പെടും, അതുകൊണ്ട് ഞാൻ പിന്നെ മനഃപൂർവ്വം അതിൽ നിന്നും ഒഴിഞ്ഞു നിന്നതാണ്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോരുകയാണ് കേട്ടോ. ഈ കാണുന്നതുണ്ടല്ലോ മുഴുവനും പൈനാപ്പിൾ കൃഷിയാണ്, പൈനാപ്പിൾ തോട്ടങ്ങളാണ് അവിടെ. മോർണിംഗ് ഞങ്ങൾ ഡിന്നർ കഴിച്ച സ്ഥലത്ത് നിന്ന് തന്നെയായിരുന്നു കേട്ടോ ഡിന്നറും കഴിച്ചത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.